ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെറ്റിനെ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. കൂടാതെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ ടൈപ്സ് ഓഫ് സെറ്റ്സ് ഏതൊക്കെയെന്ന് പഠിക്കാം. ഫസ്റ്റ് പ്രോബ്ലം, A equal to set of all x such that x is a prime number which is divisor of 60. Divisor of 60 means factors of 60. 60ന്റെ ഘടകങ്ങൾ എന്ന് പറയാം. ഏതൊക്കെയാണ്? We know 1 into 60 equal to 60. Hence 1 and 60 are factors of 60. Next 2 into 30 equal to 60. അപ്പോൾ 2ഉം 30യും 60ന്റെ ഡിവൈസർ ആണ്. ഇനി 3 into 20 equal to 60. Therefore 3 and 20 are divisor. 4 into 15 equal to 60. 5 into 12 equal to 60. 6 into 10 equal to 60. 7 into 8, 9 ഒന്നും നമുക്ക് 16 എഴുതാൻ കഴിയില്ല. പിന്നെ 10, അപ്പോൾ 10 into 12 into 15 into ഇതേ രീതിയിൽ നമുക്ക് എഴുതാം. Hence the divisors of 60 are 1, 2, 3, 4, 5, 6, 10, 12, 15, 20, 30 and 60. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ആണ് ഡിവൈസേഴ്സ് ഓഫ് 60. ഇനി ഈ നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ എന്ന് നോക്കണം. നമുക്ക് ഡിവൈസേഴ്സ് ഓഫ് 60 കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, പ്രൈം ഡിവൈസർ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ? 2 പ്രൈം ആണ്, 3 പ്രൈം ആണ്, 5 പ്രൈം ആണ്. വേറെ ഏത് നമ്പറും എന്തല്ല? പ്രൈം നമ്പേഴ്സ് അല്ല. ഹെൻസ് പ്രൈം നമ്പർ വിച്ച് ഈസ് എ ഡിവൈസർ ഓഫ് 60 ഈസ് 2, 3, 5. Hence we get A equal to set 2, 3, 5. Next question. B equal to set of all x such that x is a prime number which is a divisor of 6. 6 in the divisor. 1 into 6 equal to 6. 2 into 3 equal to 6. പിന്നെ തന്നെയാണ് 3 into 2, 4 into എഴുതാൻ കഴിയില്ല, 5 into എഴുതാൻ കഴിയില്ല, 6 into 1 equal to 6. അപ്പൊ 1, 2, 3, 6 1 പ്രൈം അല്ല, 6ഉം പ്രൈം അല്ല. അപ്പൊ പ്രൈം നമ്പർ ഏതാ? 2ഉം 3ഉം. ഹെൻസ് B equal to set 2, 3. Next question. B equal to set of all x such that x is an integer minus 1/2 less than x less than 9/2. We know what are integers. Integers ഏതൊക്കെയാണ്? -1, -2, -3, -4 അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ്, ദെൻ 0, പിന്നെ 1, 2, 3 എക്സെട്ര പോസിറ്റീവ് നമ്പേഴ്സ്. ഇതൊക്കെ ചേർന്നാലാണ് എന്ത് കിട്ടുക? ഇന്റിജേഴ്സ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇന്റിജറിൽ -1/2നും 9/2നും ബിറ്റ്വീൻ വരുന്ന ഇന്റിജേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോ -1/2. 1/2 മീൻസ് 0.5. അപ്പൊ -0.5. 9/2 എത്രയാ? 4.5. അപ്പൊ -0.5നും 4.5നും ഇടയിൽ വരുന്ന ഇന്റിജേഴ്സ് ഏതൊക്കെയാ? -0.5ന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡിൽ വരുന്ന ഇന്റിജർ ഏതാ? 0. നെക്സ്റ്റ് 1, 2, 3, 4. 4 കഴിഞ്ഞിട്ട് 5. 5 എന്താണ്? 4.5നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോ ഈ രണ്ട് നമ്പേഴ്സിന് ഇടയിൽ വരുന്ന ഇന്റിജർ ഏതൊക്കെയാ? b equal to set 0, 1, 2, 3, 4. Next question. Write the set a equal to set 1, 4, 9, 16, 25, etc. in set builder form. അപ്പോ ഇത്രയും നേരം നമ്മൾ ചെയ്തത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നത് റോസ്റ്റർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. നെക്സ്റ്റ് റോസ്റ്റർ ഫോമിൽ തന്നത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഈ എലമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. 1, 4, 9, 16, 25 ഈ നമ്പേഴ്സ് ഏത് നമ്പേഴ്സ് ആണ്? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. ദാറ്റ് മീൻസ് പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ആ നമ്പേഴ്സിന് പറയുന്ന പേര്. പെർഫെക്റ്റ് സ്ക്വയർ. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഒന്നിക്കൽ എങ്ങനെ പറയാ? എക്സ് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. അല്ലെ? 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, അങ്ങനെ എക്സെട്ര. അപ്പോ എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ ഓർ എക്സ് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ. രണ്ട് രീതിയിലും നമുക്ക് എഴുതാം. ഓർ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ. n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അപ്പൊ എക്സ് ഈക്വൽ ടു 1 സ്ക്വയർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 അല്ലേ? അപ്പൊ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. ആ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇതേ രീതിയിൽ എഴുതിയാൽ കിട്ടുന്നത്. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ, n ബിലോങ്സ് ടു n. നെക്സ്റ്റ് റൈറ്റ് ദ സെറ്റ് 1/2, 2/3, 3/4, 4/5, 5/6, 6/7 in set builder form. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? 1 ഡിനോമിനേറ്ററിൽ 2, 2 ഡിനോമിനേറ്ററിൽ 3, 3 ആവുമ്പോൾ 4. അപ്പൊ 1/1 + 1, 2/2 + 1, 3/3 + 1, 4/4 + 1, 5/5 + 1, 6/6 + 1. അപ്പൊ ഡിനോമിനേറ്റർ ഈക്വൽ ടു ന്യൂമറേറ്റർ +1. ഇനി ന്യൂമറേറ്ററിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. Hence we can write set of all x such that x equal to n/n + 1. അല്ലെ? ന്യൂമറേറ്റർ +1 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പൊ n/n + 1, n equal to 1, 2, 3, 4, 5, 6. Write the set A equal to set 3, 6, 9, 12 in set builder form. 3, 6, 9, 12 അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് എന്താ? അത് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ? 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 1, 3 × 2, 3 × 3, 3 × 4. That means A equal to set of all x such that x equal to 3n. അല്ലെ? 3 × 1 അപ്പൊ n equal to 1, 3 × 2 n equal to 2, 3 × 3 n equal to 3, 3 × 4 n equal to 4. അപ്പൊ x equal to 3n മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. നെക്സ്റ്റ് റൈറ്റ് ദ സെറ്റ് A equal to set 2, 4, 8, 16, 32 in set builder form. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? 2, 4, 8. അപ്പൊ 2 ഇതെന്താ? 2 സ്ക്വയർ. ഇതോ
2 ക്യൂബ് 2വിനെ 3 ടൈംസ് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക. 8 into 2 അപ്പൊ 2 raised to 4. ഹിയർ 2വിനെ 5 ടൈംസ് ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് 2 raised to 5. അപ്പോ 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5. Hence, we can write in set builder form as A equal to set of all x such that x equal to 2 raised to n equal to 1, 2, 3, 4, 5. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് സെറ്റ്സ് ഡിസ്കസ് ചെയ്യാം. Let A equal to set of all x such that x is a natural number and 1 less than x less than 2. Then what is A? നിങ്ങൾ റോസ്റ്റർ ഫോമിൽ A ഒന്ന് എഴുതിയേ. നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നാച്ചുറൽ നമ്പർ മീൻസ് 1, 2, 3, 4 അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയാം. അപ്പൊ 1നും 2വിനും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാണ്? 2. അപ്പൊ 1നും 2വിനും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ ഒന്ന് എഴുതിയേ. സെറ്റ് കണ്ടുപിടിച്ചിട്ട് എഴുതിയേ. 1നും 2വിനും ഇടയിൽ വരുന്നത് ഉണ്ടോ? 1നും 2വിനും 1 കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പർ ഏതാണ്? 2. അതായത് 1നും 2വിനും ഇടയിൽ നാച്ചുറൽ നമ്പർ ഇല്ല. അപ്പോ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂലോ? സെറ്റ് ക്ലോസ് ചെയ്യുക. ഒരു എലമെന്റും നമുക്ക് അവിടെ എഴുതാൻ ഇല്ല. കാരണം 1നും 2വിനും ഇടയിൽ നാച്ചുറൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട്. അപ്പോ ഈ സെറ്റില് എലമെന്റ്സ് ഉണ്ടോ? സെറ്റ് എ കണ്ടെയ്ൻസ് നോ എലമെന്റ്സ്. അപ്പൊ നമുക്ക് സെറ്റ് എഴുതിയാൽ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ആ സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും എഴുതാൻ കഴിയുന്നില്ല. അപ്പൊ ഇതിനകത്ത് എലമെന്റ്സ് ഒന്നുമില്ല. ദാറ്റ് മീൻസ് ആ സെറ്റ് എന്താണ്? ശൂന്യമാണെന്ന് മലയാളത്തിൽ പറയില്ലേ? ആ ശൂന്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? എംപ്റ്റി അല്ലേ? അപ്പോ ദിസ് സെറ്റ് എ ഈസ് എൻ എംപ്റ്റി സെറ്റ്. ഒന്നുമില്ലാത്ത സെറ്റാണ്. അത് തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് ടൈപ്പ് സെറ്റ്, എംപ്റ്റി സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് എംപ്റ്റി സെറ്റിന്റെ ഡെഫിനിഷൻ പറയാലോ. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിനെയാണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ സെറ്റ് which does not contain any element is called empty set or another name null set. null എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലാത്ത അവസ്ഥയാണല്ലോ. null set or void set. ഈ 3 പേരിൽ അറിയപ്പെടും. ഇനി ഇതിനെ നമുക്ക് ഒന്നിക്കൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. 1 നൊട്ടേഷൻ സെറ്റിനകത്ത് എലമെന്റ്സ് ഇല്ലാതെ ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 5 എന്ന് വായിക്കും. ഒരു 0 ഇട്ടിട്ട് ഇതേ രീതിയിൽ ക്രോസ് ചെയ്യുക. 5 എന്ന് വായിക്കുക. അപ്പോ എംപ്റ്റി സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ 5 ഓർ ദിസ് ബ്രാക്കറ്റ്. എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ഏതന്നെയാണ്? ഇത് തന്നെയാണ്. A equal to set of all x such that x is a natural number and 1 less than x less than 2. Next, set of all x such that x square minus 2 equal to 0 and x is a rational number. അപ്പോൾ x square minus 2 0 ആണെങ്കിൽ what are the values of x? x square minus 2 equal to 0. അപ്പോൾ x square equal to 2 കിട്ടും. അപ്പൊ x ഈക്വൽ ടു എന്താ കിട്ടുക? പ്ലസ് ഓർ മൈനസ് √2 ആണ് കിട്ടുക. √2 എന്ന് പറയുന്നത് എന്തല്ല? ഒരു റാഷണൽ നമ്പർ അല്ല, അത് റാഡിക്കൽ ആണ്. അപ്പൊ x സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? പ്ലസ് √2 മൈനസ് √2 ആണ്. അത് രണ്ടും എന്തല്ല? റാഷണൽ നമ്പർ അല്ല. അപ്പൊ ഒരു റാഷണൽ റൂട്ട് ഏതിനില്ല? ഈ ഇക്വേഷൻ ഇല്ല. അതുകൊണ്ട് ബി ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. ബിക്ക് സൊല്യൂഷൻ റാഷണൽ അല്ലാത്തത് കൊണ്ട് ബി ഈസ് എൻ എംപ്റ്റി സെറ്റ്. Then C equal to set of all x such that x is an even prime number greater than 2. Even prime number. Prime numberൽ ഈവൺ ആയിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്? 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 2 അല്ലാത്ത ഒരു പ്രൈം നമ്പറും എന്തല്ല? ഈവൺ അല്ല.
അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ 2 ആയിട്ട് ഒരു പ്രൈം നമ്പർ ഈവനിൽ ഇല്ല. ഹെൻസ് സി ഈസ് ഓൾസോ എൻ എംപ്റ്റി സെറ്റ്. അപ്പോൾ നമ്മൾ എംപ്റ്റി സെറ്റാണ് ഇപ്പൊ പഠിച്ചത്. എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിനെയാണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. Next, consider another example. A equal to set of all x such that x is a natural number and 1 less than x less than 3. അപ്പോൾ 1നും 3ക്കും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ ഏതാ? 1, 2, 3. അപ്പൊ 1നും 3ക്കും ഇടയിൽ ഏത് വരും? 2 വരും. അപ്പൊ A equal to set 2. Then what is number of elements in A? Aയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? A contains only one element. That means A contains single element. അപ്പോൾ A ഒരു എലമെന്റ് മാത്രമേ ഉള്ളുവെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. അപ്പോൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാല് സെറ്റ് which contains only one element is called singleton set. Singleton set is ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഇത് തന്നെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 less than x less than 3. നെക്സ്റ്റ്, എക്സ് ഈസ് എൻ ഈവൻ പ്രൈം നമ്പർ. ഏതാ ഈവൻ പ്രൈം നമ്പർ? ഇപ്പൊ പറഞ്ഞതാണ്. പ്രൈം നമ്പറിൽ ഈവൻ ആയിട്ട് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അതേതാണ്? 2 ആണ്. ദെൻ A equal to set 2. A equal to set 0. സെറ്റ് 0 എത്ര എലമെന്റ് ഉള്ളത്? 0 എന്ന് പറഞ്ഞ ഒറ്റ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോ സെറ്റ് 0 എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾട്ടൺ സെറ്റ് ആണ്. അപ്പോൾ ഒരു എലമെന്റ് മാത്രമേ ഒരു സെറ്റിൽ ഉള്ളുവെങ്കിൽ ആ സെറ്റിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റ്സ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. Let A equal to set of all x such that x is a natural number and 1 less than x less than 10. Then how can we write A in roster form? A equal to 1നും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാ? 2, 3, 4, 5, 6, 7, 8, 9. Then how many elements in A? 1, 2, 3, 4, 5, 6, 7, 8 elements. അപ്പോൾ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഷോർട്ട് ആയിട്ട് n ഓഫ് എ എന്ന് എഴുതാം. അപ്പൊ n ഓഫ് എ മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. അപ്പോൾ ഇനി മുതൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്നുള്ളത് ഷോർട്ട് ആയിട്ട് n ഓഫ് എ എന്നാണ് എഴുതുക. n ഓഫ് എ. ഹിയർ n ഓഫ് എ ഈക്വൽ ടു 8. That means എയിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് എയിലെ എലമെന്റ്സ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നു. ഇതേ രീതിയിൽ ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നുവെങ്കിൽ ആ സെറ്റിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓൾസോ വാട്ട് ഈസ് n ഓഫ് 5? 5ൽ എത്ര എലമെന്റ്സ് ആണ് ഉള്ളത്? 5 എന്ന് പറഞ്ഞ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ് ആണ്. അപ്പൊ അതിൽ എത്ര എലമെന്റ്സ് ആണ് ഉള്ളത്? എലമെന്റ്സേ ഇല്ല. ദാറ്റ് ഈസ് 0 എലമെന്റ്സ്. എലമെന്റ്സേ ഇല്ല. Then what is meant by a finite set? A set which is empty. Empty set എന്താണ്? ഫൈനൈറ്റ് ആണ്. Or consists of definite number of elements is called finite set. That means എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നത്ര എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ സെറ്റിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഇത് തന്നെ എടുക്കുക. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 less than x less than 10. And let W be the set of days of the week. ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ എത്ര ദിവസങ്ങളുള്ളത്? 7. അപ്പൊ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ടല്ലോ. ഹെൻസ് W a finite set. Next example, A equal to set of all x such that x is a natural number and 1 less than x less than 100.
Then how many elements in the set A? 1നും 100നും ഇടയിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉള്ളത്? 2, 3, 4, 5, 6 എക്സെട്ര 99. 99 വരെയുള്ള എലമെന്റ്സിൽ 1 ഇല്ല. അപ്പൊ എത്ര എലമെന്റ്സ് ഉള്ളത്? 98 എലമെന്റ്സ്. അപ്പോ എയുടെ എലമെന്റ്സ് നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയുന്നുണ്ട്. Therefore, A is a finite set. Next, consider set of natural numbers. നമുക്ക് എഴുതാൻ കഴിയില്ലല്ലോ, എല്ലാ എലമെന്റ്സും എഴുതാൻ കഴിയില്ല. 1, 2, 3, 4, 5, 6. അപ്പോൾ എല്ലാ എലമെന്റ്സും എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ 3 ഡോട്ട് ഇട്ടിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ 1, 2, 3 പിന്നെ 3 ഡോട്ട് ഇട്ടിട്ട് സെറ്റ് ക്ലോസ് ചെയ്താൽ അതിലത്തെ എലമെന്റ്സ് എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം. Then n of a equal to ആർക്കും പറയാൻ കഴിയില്ല. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ. We see that number of elements of the set is not finite. ഒരു ഫൈനൈറ്റ് നമ്പർ അല്ല ഈ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോ എന്ത് പറയാ? ഈ സെറ്റിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് പറയാം. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വാട്ട് ഈസ് മെന്റ് ബൈ എ ഇൻഫിനിറ്റ് സെറ്റ്? ഫൈനൈറ്റ് അല്ലാത്ത സെറ്റിനെയാണ് എന്ത് പറയാ? ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എ സെറ്റ് വിച്ച് ഈസ് നോട്ട് ഫൈനൈറ്റ് സെറ്റ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ് സെറ്റ്. എക്സാമ്പിൾ, സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ. ഒരു ലൈനിൽ എത്ര പോയിന്റ്സ് ഉണ്ടാവും? നമ്മൾ പഠിച്ചതാണ്, ഒരു ലൈനില് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. ഒരു ലൈനിലെ പോയിന്റ്സ് നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഒരു ലൈനിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. ഹെൻസ് ദിസ് സെറ്റ് ഈസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. Set of x such that x is a natural number and x is prime. Prime natural numbers. Prime natural numbers 2, 3, 5. നമുക്കറിയോ 100-നേക്കാളും കൂടുതൽ എത്രയോ പ്രൈം നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലേ? അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെഫിനിറ്റ് നമ്പർ ആൻസർ പറയാൻ സാധിക്കില്ല. ഹെൻസ് ദിസ് സെറ്റ് ഓൾസോ an infinite set. Next, set of x such that x belongs to real number and 1 less than x less than 2. 1നും 2നും ഇടയിൽ എത്ര റിയൽ നമ്പർ ഉണ്ടാവും? 1.1, 1.11, 1.112. പറയാൻ പറ്റുമോ? 1നും 2നും ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റോസ്റ്റർ ഫോമിൽ കോമയിട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ദിസ് സെറ്റ് ഓൾസോ an infinite സെറ്റ്. അപ്പോ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് സെറ്റ്, എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ്, ഇന്നെടുത്തത് പോർഷന്റെ ഹോംവർക്ക് ചെയ്യാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് 5, 25, 125, 625. എന്താ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? ഇത് 5 സ്ക്വയർ ആണ്. ഇതെന്താ? 5 ക്യൂബ്. ഇത് 5⁴. എഴുതുക. 2, 4, 6 മൾട്ടിപ്പിൾ ഓഫ് 2 ഓർ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1, 4, 9 എക്സെട്ര 100 സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ ആണ്. പക്ഷെ ആ നാച്ചുറൽ നമ്പർ മൊത്തം നാച്ചുറൽ നമ്പേഴ്സ് വരുന്നില്ല. സ്ക്വയർ എത്ര വരെ വരുന്നുള്ളൂ? 100 വരെ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതും എഴുതാം. നെക്സ്റ്റ്, സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് x സ്ക്വയർ ഈക്വൽ ടു 4, x ഈസ് ഓഡ്. x സ്ക്വയർ ഈക്വൽ ടു 4 ആണെങ്കിൽ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് x? ആ വാല്യൂസിൽ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ? എഴുതുക. x is an integral positive root of the equation x square minus 2x minus 15 equal to 0. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാം.
ഇക്വേഷനെ സോൾവ് ചെയ്താൽ പോസിറ്റീവ് റൂട്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് വരുന്ന റൂട്ട്സ് എഴുതുക. Set of all x such that x is a real number and x square minus 3x plus 2 equal to 0. ഈ ഇക്വേഷനെയും സോൾവ് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ വാല്യൂസ് എഴുതുക. ഇവിടെ എക്സിന്റെ വാല്യൂസ് അല്ല എഴുതേണ്ടത്, പോസിറ്റീവ് വാല്യൂസ് ഏതൊക്കെയാ കിട്ടുന്നത് അതാണ് എഴുതേണ്ടത്. ഇവിടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാ വാല്യൂസും എഴുതുക. താങ്ക് യു.